നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമകാലിക യാഥാർത്ഥ്യങ്ങളുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരു ബജറ്റാണ് നിലവിൽ കേരള ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദശകത്തിലെ തന്നെ ഏറ്റവും വലിയ തമാശയാണ് ഈ ബജറ്റെന്നും ഇത് കണ്ടിട്ട് മലയാളിക്ക് ചിരിക്കണോ കരയണോ എന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയിലായെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളെ തന്നെ മണ്ടരാകുന്ന ഒരു കണക്കായിട്ടാണ് ഇതിനെ അദ്ദേഹം വിമർശിക്കുന്നത്. ജനങ്ങൾക്ക് വലിയ ഇരുട്ടടിയായി തന്നെ ഇത് മാറിയിട്ടുണ്ട്. വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇത്തവണ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതുകൊണ്ടാണ് യാഥാർത്ഥ്യബോധം തെല്ലുമില്ലാത്ത ബജറ്റാണ് ഈ ദശകത്തിലെ ഏറ്റവും വലിയ തമാശയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന കണക്ക് അവതരിപ്പിക്കാൻ നിൽക്കരുതെന്നുള്ള താക്കീതാണ് മുരളീധരൻ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി പല പദ്ധതികളും പ്രഖ്യാപിച്ചു. അങ്ങനെ നടപ്പിലാകാത്ത പദ്ധതികൾ വീണ്ടും പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ ധനമന്ത്രി ചെയ്തിരിക്കുന്നതെന്നാണ് വി മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. കുറേ കള്ളക്കണക്കുകൾ അദ്ദേഹം അവതരിപ്പിക്കുന്നു, കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെ ബജറ്റ് പ്രസംഗങ്ങളും ആ ബജറ്റ് പ്രസംഗങ്ങളിൽ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനങ്ങളും വായിച്ചു നോക്കിയാൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനങ്ങളിൽ പകുതിയിലധികവും കഴിഞ്ഞ കാലം തന്നെ നടത്തിയ അതേ പ്രഖ്യാപനം, ഒരു മാറ്റവുമില്ല, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ടാണ് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ഇനിയും കണക്ക് അവതരിപ്പിക്കാൻ നിൽക്കരുതെന്ന് പറയുന്നത്. കേന്ദ്രത്തിനെതിരെ കേരളത്തിൽ നിന്നും സമരം ചെയ്യാൻ പോകുന്ന MLA-മാരുടെ തന്നെ ആകെ ചെലവെന്ന് പറയുന്നത് 1.5 കോടി രൂപയാണ്, 50 ലക്ഷത്തോളം. പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാത്ത സർക്കാർ ഇതും കൂടി ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന പരിഹാസവും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. സംസ്ഥാനങ്ങൾ അവരുടെ വിഹിതം ചോദിച്ചാണ് ഡൽഹിയിൽ സമരം ചെയ്യുന്നത്. പക്ഷേ കേരളം മാത്രമാണ് കടം വാങ്ങാൻ വേണ്ടി സമരം ചെയ്യുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കാനും കടക്കെണി കുറയ്ക്കാനും നികുതി പിരിവ് ഊർജിതമാക്കാനും യാതൊരുവിധ നടപടിയും ഈ ബജറ്റിൽ പരാമർശിച്ചിട്ടില്ല. ദേശീയപാത വികസനം കേരളത്തിൻ്റെ നേട്ടമെന്ന് പറയാനുള്ള തൊലിക്കട്ടി എന്ന് പറയുന്നത് അസാമാന്യം തന്നെയാണ്. അതങ്ങനെ അസാമാന്യ തൊലിക്കട്ടി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കൂ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ബജറ്റിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു തരത്തിലുമുള്ള താല്പര്യം നമ്മുടെ സംസ്ഥാന സർക്കാരിനില്ല. അതിനുള്ള ഒരു പ്രായോഗിക നടപടികൾ പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണത്തെ ബജറ്റിൽ അതൊന്നും കാണാൻ കഴിഞ്ഞിട്ടുമില്ല. കേരളത്തിലെ കർഷകരെ സഹായിക്കാനുള്ള നടപടികൾ പോലും ബജറ്റിൽ പ്രഖ്യാപിച്ചില്ല. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള കാരണമെന്ന് പറയുന്നത് അത് വേറെ അങ്ങ് അന്വേഷിക്കേണ്ട ആവശ്യകതയില്ല. കേരളത്തിൻ്റെ ധനകാര്യ മിസ്മാനേജ്മെൻറ്റ് തന്നെയാണ് എല്ലാത്തിനും കാരണം. കേരളം കടമെടുത്ത് അത് ധൂർത്തടിക്കുകയാണ് ചെയ്യുന്നത്. കടമെടുത്ത് വികസന പ്രവർത്തനങ്ങളിലേക്കോ മറ്റ് നീക്കങ്ങളിലേക്കോ ഒന്നും കടക്കാതെ അത് അനാവശ്യമായ ചിലവ് നടത്തി ആവശ്യമില്ലാത്തടത്ത് പണം വിനിയോഗിച്ച് മുന്നോട്ട് പോവുകയാണ്. പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാതെ, അത് കൊടുക്കാൻ പോലും താല്പര്യം കാട്ടാതെ കേരളീയം പോലെയും നവകേരള സദസ്സ് പോലെയുമുള്ള പരിപാടികൾ നടത്താനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ബജറ്റിൽ കിഫ്ബിയെക്കുറിച്ച് വലിയ വാചകങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇത്തവണ 2 വാചകത്തിൽ ഒതുക്കി. ഒപ്പം കിഫ്ബിയെ കൂടാതെ തന്നെ പുറത്തുനിന്നും പല രീതിയിലുള്ള നിക്ഷേപ സാധ്യതകൾ പരിഗണിക്കുന്നുണ്ട്. കിഫ്ബിയിൽ നിന്നും ഇനി കടമെടുക്കാൻ എന്താണ് ബാക്കിയുള്ളതെന്നുള്ള ചോദ്യവും ബാക്കിയാണ്.